വീണ്ടും യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യക എന്നുള്ള ആ ഒരു പാട്ട് ഗിരീഷ് ഷെഡിയുടെ ആ ഒരു സിനിമയിൽ ബethlehem കുടുംബ യൂണിറ്റ് എന്നുള്ള ആ ഒരു മൂവിയിൽ ഒന്നുകൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത്. വേറൊന്നുമല്ല, ഇത്രയും കാലമായിട്ട് മറക്കപ്പെട്ട് കിടന്ന, അല്ലെങ്കിൽ ചില ആളുകളുടെയെങ്കിലും മനസ്സിൽ മാത്രം തളിർത്ത് കിടന്നിരുന്ന ആ ഒരു പാട്ട് വീണ്ടും തിരശ്ശീലയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു സംവിധായകനെങ്കിലും ശ്രമിച്ചു എന്നുള്ളത് വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. അതിൽ തന്നെ ഇത്രയധികം കാലമായിട്ട് യൂട്യൂബ് ഉണ്ട്, അതിൽ തന്നെ ഒരുപാട് കാഴ്ചക്കാരുണ്ട് ഇത്തരത്തിലുള്ള പഴയ പാട്ടുകൾക്ക്. ഇപ്പോഴും ആ ഒരു പാട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഏകദേശം 6 ലക്ഷം വ്യൂ ഉണ്ട് ആ പാട്ടിന്. അത് സൂചിപ്പിക്കുന്നത് വേറൊന്നുമല്ല, ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതും അൺറിലീസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ഈ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങിയിട്ട് പോലുമില്ല. അരവിന്ദ് സ്വാമി മെയിൻ കഥാപാത്രത്തിലായിട്ട് വരാനിരുന്നിരുന്ന ഒരു പടമായിരുന്നു അത്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പടം റിലീസ് ആവുകയുണ്ടായില്ല. മറിച്ച് ആ ഒരു പാട്ട് ഇങ്ങനെ ഒരുപാട് ഇടങ്ങളിലൂടെ പ്രചരിച്ചു, ആളുകൾ ഒരുപാട് കേട്ടു, ഒരുപാട് ആളുകൾക്ക് സ്റ്റിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയാണിത്. ബട്ട് ആ ഒരു സിനിമ ഒരിക്കലും ഇറങ്ങിയില്ല, ഈ ഒരു പാട്ട് മാത്രമായിട്ട് അവശേഷിക്കുകയാണ് ഉണ്ടായത്. തലമുറകൾക്കപ്പുറം ഈ ഒരു പാട്ട് വീണ്ടും തൻ്റെ സിനിമയിൽ ആവിഷ്കരിക്കാനായിട്ട് ഗിരീഷ് ഷേഡി ശ്രമിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ സംഭവിച്ചത് വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു സുഗന്ധം, അതുപോലെ തന്നെ യേശുദാസിൻ്റെ ആ ഒരു ഗാലാപന ഭംഗി, അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു ഊഷ്മളത, കാര്യങ്ങളെല്ലാം ഉള്ള ഒരു പാട്ടാണിത്. ഉറപ്പായിട്ടും അത് ഇത്തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയുടെ കൂടെ മിക്സ് ചെയ്ത് കാണിച്ചു എന്നുള്ളത് കുറച്ചും കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ തോന്നി. ശരിക്കും ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഒരു പാട്ട്. ഇനിയും യൂട്യൂബിൽ ഈ ഒരു പാട്ട് സെർച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വീഡിയോ ഇല്ലാത്ത ലിറിക്സ് മാത്രമുള്ള ഒരു പാട്ടാണ്. ആ ഒരു പാട്ടിലെ ഓരോ വരികളും നിങ്ങൾ ശ്രദ്ധിക്കുക. യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യകെ എന്ന് തുടങ്ങിയിട്ട് ഒരു കാമുകൻ തൻ്റെ കാമുകിനെ കാത്തിരിക്കുകയാണ്. കാമുകി തിരിച്ചും അവരുടെ ഇടയിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴം ഊട്ടി ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ എടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള വരികൾ, ഓരോ വരികളും എടുത്ത് നോക്കണം. ഓരോ വരി, അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സംഗീതം നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് ലെവലിൽ നിന്നിട്ടാണ് ആ ഒരു പാട്ട് പാടുക. ശരിക്കും ഗാനഗന്ധർവൻ നമ്മൾ യേശുദാസിനെ വിളിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അദ്ദേഹം പാടുമ്പോൾ ഒരു ദേവലോകത്ത് നിന്ന് അദ്ദേഹം ആലപിക്കുന്നത് പോലെ ഒരു പാട്ട് നമുക്ക് ശരിക്കും അനുഭവപ്പെടും. ഓരോ വരികളും അത്രമാത്രം അർത്ഥവത്തായിട്ട് തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മീനിങ് എന്ന് പറഞ്ഞ് ചെറിയ സംഗതിയല്ല. ലവ് അല്ലെങ്കിൽ പ്രണയം എന്നുള്ള ഒരു വികാരത്തെ അത്രയധികം ഹൈലൈറ്റ് ചെയ്ത് എലവേറ്റ് ചെയ്ത് അതൊരു മ്യൂസിക്, ഒരു ആർട്ട് ഫോമായിട്ട് ശരിക്കും കാട്ടിത്തന്ന ഒരു പാട്ടായിരുന്നു അത്. ഒരു പക്ഷേ ആ ഒരു പടം റിലീസ് ആയിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു പാട്ട് ഏറ്റെടുത്തേനെ. ഇന്നുള്ള ഒരു പ്രചാരത്തിനേക്കാളും കൂടുതൽ പ്രചാരം കിട്ടേണ്ട ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. സ്റ്റിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പാട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഗിരീഷ് ഷേഡിയുടെ തന്നെ മുമ്പത്തെ പടമാണ് പ്രേമലു എന്നുള്ള മൂവി. ഈ ഒരു മൂവിയിലും പഴയൊരു സോങ് ഗിരീഷ് ഷേഡി എടുത്തിട്ടുണ്ടായിരുന്നു. അത് യാദവ നീ അറിയാൻ എന്നുള്ള ആ ഒരു പാട്ടായിരുന്നു. 95 പടമാണ്. ആ ഒരു പടത്തിലെ ദേവരാഗം എന്നുള്ള മൂവിയിലെ ഒരു പാട്ടായിരുന്നു അത്. ശ്രീദേവിയും അരവിന്ദ് സ്വാമിയും തന്നെ വരുന്ന ഒരു ഗാനരംഗമായിരുന്നു. അന്ന് ആ ഒരു സോങ്ങിന് സംഗീത സംവിധാനം ചെയ്തിരുന്നത് MM കീരവാണിയായിരുന്നു. നാട്ട് സോങ്ങിനൊക്കെ ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള അത്രയും പ്രശസ്തനായിട്ടുള്ള ആ ഒരു സംവിധായകൻ്റെ ഒരു മലയാളത്തിലെ കലാസൃഷ്ടിയായിരുന്നു അന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാട്ട് ഈ ഒരു സിനിമയിലേക്ക്, ബethlehem കുടുംബ യൂണിറ്റ് എന്നുള്ള സിനിമയിലേക്ക് എടുത്തത് ശരിക്കും പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതും ആ ഒരു പഴമയും, അത് ഈ ഒരു സിനിമയുടെ പശ്ചാത്തലവും അതുപോലെ തന്നെയാണ്. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ 2 ആളുകൾ തമ്മിലുള്ള പ്രണയം, 2 അയൽവക്കക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി കാണിച്ചത് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തന്നെ തോന്നി. പേഴ്സണലി അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഒരു നല്ല ഒരു കോംബോ ആയിട്ട് തന്നെ തോന്നിയ ഒരു സോങ്ങിൻ്റെ സന്ദർഭവും തന്നെയായിരുന്നു ഇത്.